പലപ്പോഴും പല കുട്ടികൾക്കും കിട്ടേണ്ട അടി കിട്ടേണ്ടത് അവരുടെ അച്ഛന്മാർക്കാണ്. അമ്മമാർ കൊടുക്കുന്ന അടിയുണ്ടല്ലോ, അത് അച്ഛനോടുള്ള ദേഷ്യം മക്കള് ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ല എന്നുള്ളത് എല്ലാ പാരൻസും മനസ്സിലാക്കണം. ഞാൻ നിനക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് തരണം. നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടാൻ പറ്റും എന്ന തോന്നൽ വരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള കെൽപ്പ് സത്യം പറഞ്ഞാലുള്ളത് അച്ഛനാണ്. മക്കളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ധൈര്യം, സ്ട്രെങ്ത്, കോൺഫിഡൻസ്, ബോൾഡ്നെസ്, ഇതൊക്കെ ഒരു അച്ഛന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഐ എം ഹാപ്പി വേർ ഐ ആം എന്ന് അച്ഛനും അമ്മയും ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് ഓക്കെ ആവും. പ്രശ്നങ്ങളുള്ള വീടുകളും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന വീടുകളുമാണ് ഒരു പ്രശ്നമില്ലാത്ത വീടിനേക്കാൾ ഏറ്റവും നല്ലത്. കാരണം എലൈവാണ് അവിടെ. ഞാൻ മോം ഗിൽട്ട് ഇല്ലാത്ത ഒരു മദറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഐ എം ആംഗ്രി, ഐ എം സാഡ്, ഐ എം സ്കേർഡ്, ഐ എം വറീഡ് എന്ന് പറയാൻ നമ്മൾ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കുട്ടികളോട് നമുക്ക് പറയാം, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ആംഗ്രി, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഹിറ്റ് മമ്മ. നമുക്ക് ദേഷ്യം വരുമ്പോൾ കണ്ടതും കിട്ടിയതൊക്കെ വിളിച്ചു പറയുക, എല്ലായിടത്തും വലിച്ചെറിയുക, നശിപ്പിക്കുക, ഇതൊക്കെ കണ്ട് വളരുന്ന കുട്ടി. എന്നിട്ട് അവർ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവണം നമ്മൾ പ്രതീക്ഷിക്കരുത്. എല്ലുന്നതിന് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വല്ലപ്പോഴും ഒന്ന് എല്ല് ചെയ്തു പോയാൽ യു ഹാവ് ടു സേ സോറി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം യെസ് അല്ല, അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. ഒരു കടയിൽ പോകുമ്പോൾ നമുക്ക് കുട്ടികളോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസയാണ് നിങ്ങളുടെ ഇന്നത്തെ ബജറ്റ്, ഓക്കെ, ആ പൈസയ്ക്കകത്ത് സാധനം മേടിക്കാൻ ശ്രദ്ധിച്ചേക്കണേ മക്കളെ. ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് കൊടുക്കുന്നു, ആരെങ്കിലുമൊക്കെ നോക്കുന്നു, ഇങ്ങനെ വളർന്നോളുന്നു, അങ്ങനെ വളരില്ല. റെസീലിയൻ്റ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും. പാരൻറ്റിങ് ഒരു കോൺഷ്യസ് എഫേർട്ടാണെന്നും അത് പഠിച്ച് ചെയ്യേണ്ടതാണെന്നും വലിയൊരു മാറ്റം സമൂഹത്തിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കട്ടെ, പാരൻറ്റിങ് ഒരു കോൺഷ്യസ് ആക്ട് ആണോ? ആണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? പാരൻറ്റിങ് ഒരു കോൺഷ്യസ് ആക്റ്റാണ് എന്നുള്ളത് ഡോക്ടർ ഷെഫാലി സാബ്രയുടെ കോൺഷ്യസ് പാരൻറ്റിങ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് തന്നെ അവർ എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആക്ച്വലി ഇതിനു മുമ്പ് നടന്ന പാരൻറ്റിങ് ഒക്കെ അവർക്ക് കിട്ടിയത് അവരവരുടെ കുട്ടികളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നില്ലേ, നമ്മൾ ജനറേഷണൽ വെൽത്തൊക്കെ പാസ് ചെയ്യുന്നത് പോലെ ആ ജനറേഷണൽ നോളജും അങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ കാലം മാറി മാറി വരുമ്പോൾ അത് ആൾക്കാർക്ക് മാറ്റം വന്നു, ചിന്തകൾക്ക് മാറ്റം വന്നു, രീതികൾക്ക് മാറ്റം വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ്. ഈ കൗമാരം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത് തന്നെ 1940s ശേഷമാണ്. ടീനേജ് എന്നുള്ളൊരു വേർഡ് വരുന്നത് തന്നെ. മുമ്പേ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ശേഷമാണ് ഈ കൗമാരം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് വരുന്നതിന്. അപ്പോൾ അതുവരെ അവർ യങ് അഡൽട്ട്സ് ആയിരുന്നു. അതുകൊണ്ട് അവരെ യങ് അഡൽട്ട്സായിട്ട് കൺസിഡർ ചെയ്തു. അവർ കല്യാണം കഴിപ്പിച്ചു, അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചു, ജോലിയുണ്ടോ കൂലിയുണ്ടോ എന്നൊന്നും നോക്കില്ല കേട്ടോ. അതിങ്ങനെ ഉള്ളത് പുഴുങ്ങി അവർ തിന്ന് അങ്ങനെ കഴിച്ച് കുറേ കുട്ടികളായി, എല്ലാവരും കൂടി ഇങ്ങനെ വളർത്തി. അതിനുശേഷം ആൾക്കാർ പഠിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ള തോന്നലുണ്ടാവാൻ തുടങ്ങി, കല്യാണം കഴിക്കുന്നത് വൈകിക്കാൻ തുടങ്ങി. പിന്നെ പെൺകുട്ടികളും അതേപോലെ തന്നെ കുറച്ചും കൂടി വൈകാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ടീനേജ് എന്നുള്ള ആ ഒരു പ്രായം പാരൻസിന് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നത്. പഴയത് പഠിച്ച മനുഷ്യർ അതേ രീതിയിൽ തന്നെ പാരൻറ്റിങ് ചെയ്യുന്നു, അതേ രീതിയിൽ തന്നെ കുട്ടികളെ അടിക്കുന്നു, ഇടിക്കുന്നു, കണ്ണിന് മുളക് തേക്കുന്നു, പിന്നെ ഇമ്പോസിഷൻ എഴുതിപ്പിക്കുന്നു, ഏത്തടിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള പണിഷ്മെൻറ്റൊക്കെ ചെയ്തിട്ട് മക്കളെ വളർത്തി. അപ്പോൾ ഈ പ്രായത്തിൽ നിൽക്കുമ്പോൾ പണ്ട് നമ്മളെ പാരൻസ് അടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം അവർക്ക് അറിയില്ലായിരുന്നു അന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നോ നമ്മുടെ ഭാഗത്തുള്ള നോകൾ, നമ്മുടെ ലിമിറ്റേഷൻസൊക്കെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു വേ ഒന്ന് പറയാമോ? നമ്മളില്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം യെസ് അല്ല, ഓക്കെ, അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എങ്ങനെയാണ് നോ പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ.
അങ്ങനെ പറഞ്ഞു പഠിച്ച കുട്ടികളാണ് എങ്കിൽ അവരോട് നോ പറഞ്ഞാൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. യു ഗെറ്റ് ഇറ്റ്. പിന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളതും മറ്റ് മനുഷ്യരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളതും കുട്ടികളെ വേദനിപ്പിക്കുന്ന രീതിയിലല്ല പറയേണ്ടത്. ഐ എം ഹാപ്പി വേർ ഐ ആം എന്ന് അച്ഛനും അമ്മയും ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് ഓക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ അയ്യോ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങൾക്ക് നിൻ്റെ അച്ഛന് പൈസ ഇല്ലാതായിപ്പോയി, നമുക്കതൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞേക്കാം അതെന്താ നമ്മളിങ്ങനെ മറ്റവരങ്ങനെയെന്ന്. അതേസമയം നമ്മളുടെ ജോലി ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ, ഇത്രയാണ് നമ്മുടെ ബഡ്ജറ്റ്, ഇത്രയാണ് നമുക്ക് പുറത്ത് പോയാൽ മേടിക്കാൻ പറ്റുന്നതിൻ്റെ പരിധി, അതായത് ഇത്ര മാസം കൂടുമ്പോഴേ നമുക്ക് ഇന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ, ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസൊക്കെ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം കുട്ടിയോടും കൂടി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ നമുക്ക് കുട്ടികളോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസയാണ് നിങ്ങളുടെ ഇന്നത്തെ ബജറ്റ്, ഓക്കെ, ആ പൈസയ്ക്കകത്ത് സാധനം മേടിക്കാൻ ശ്രദ്ധിച്ചേക്കണേ മക്കളെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യത്തത് ഫുള്ള് തെറ്റിപ്പോവേ എന്ന് നമുക്ക് അവരോട് പറയാം. അപ്പോൾ ഞാൻ പണ്ടേ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ചെറിയ പ്രായത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം എന്നോട് ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും, ഉമ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും എന്തിനാ മോനെ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നോട് പറയും, ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണമായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എത്രയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇത്രയാന്ന് പറയുമല്ലോ. അപ്പം ഞാൻ അത് കൂടിയതാണെങ്കിൽ ഇപ്പോൾ നമുക്കത് പറ്റില്ല, നമുക്ക് അതേ സാധനം ഇത്ര പൈസയ്ക്കകത്തുള്ളത് ഉണ്ടാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയും. അതല്ലെങ്കിൽ ഇത്ര നാൾ കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ പറ്റും, അത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം they'll be okay. അപ്പോൾ അവർ പഠിക്കുന്നു, എങ്ങനെ പൈസ എടുത്ത് വെക്കണം എന്ന് പഠിക്കുന്നു, അവർക്ക് കിട്ടുന്ന പിന്നെ പോക്കറ്റ് മണി എടുത്ത് വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർ പഠിക്കുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും കൂടി കുട്ടികൾ പഠിക്കും. അപ്പോൾ കുട്ടികൾ മണ്ടന്മാരൊന്നും അല്ല, ചെറിയ പ്രായത്തിൽ തന്നെ അവരോട് എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കുട്ടികളോട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ട് അത് നമ്മളുടെ നിവൃത്തികേടാണെന്നുള്ള രീതിയിലല്ല, ദിസ് ഇസ് വാട്ട് വി ആർ, ഇതാണ് നമ്മളുടെ ജീവിതം, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമുണ്ട്, അവരവർക്ക് വേണ്ട പോലെ ജീവിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ എല്ലാവർക്കും അവരവൻ്റെ റൈറ്റ് ഉണ്ട് എന്നുള്ളത് കുട്ടിക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കുട്ടികളെ കൊണ്ട്, അവർക്ക് മനസ്സിലാവും. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണ്, ഈ ജെന്റിൽ പാരന്റിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബൗണ്ടറി സെറ്റാക്കുക? അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞു ഓർമ്മയുണ്ട്, ഡെയിലി പെൻസിൽ കളഞ്ഞിട്ട് വരും മോൻ. അപ്പോൾ നമ്മൾ പറയും മോനെ കൊണ്ടുവരണം, ഇതിങ്ങനെ പറ്റില്ല, ഇതാണ് ജെന്റിൽ പാരന്റിങ് എന്ന് കരുതി നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം നമ്മൾ പറഞ്ഞത് ഒരു ദിവസം ഞാൻ നല്ലൊരിടം അങ്ങ് കൊടുത്തു, അപ്പോൾ പിറ്റേന്ന് തൊട്ട് കൊണ്ടുവരും. അപ്പോൾ അപ്പോൾ ആലോചിക്കുമ്പോണ്ടല്ലോ ഇതിലെവിടെയാണ് ഈ ശരി തെറ്റുകൾ എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ജെന്റിൽ പാരന്റിങ്ങിൽ ബൗണ്ടറീസ് ഫേമായിട്ട് പറയേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഉത്തരവുണ്ട്. കൈൻഡ് ആവുക എന്നുള്ളതല്ല, ഫേം ആവുക എന്നുള്ളതാണ് ജെന്റിൽ പാരന്റിങ്ങിൽ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കണം. കൈൻഡ് ആൻഡ് ഫേം, കൈൻഡ് ആയിരിക്കണം, അതേ സമയത്ത് ഫേം ആയിരിക്കണം. ഇപ്പം ഫേമായിട്ട് അവരെ അറിയാണ്ട് ചെയ്തു പോയത് തല്ലു കൊടുത്തതാണ്, അതേ സമയത്ത് ഫേമായിട്ട് അവർക്ക് ചോദിക്കാമായിരുന്നു എന്താണ് പറ്റുന്നത്. യു ഗെറ്റ് ഇറ്റ്. പെൻസിൽ നീ എവിടെയാണ് വെക്കുന്നത്, വേറെ ആരെങ്കിലും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ അവർക്ക് സ്കൂളിലും പോയി നോക്കാം എന്താണ് പറ്റുന്നത്, ടീച്ചറോട് പറയാം കുട്ടി ഇങ്ങനെ ദിവസവും പെൻസിൽ കളഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്, ഹെൽപ്പ് അവിടെ കിട്ടുമായിരുന്നു. തല്ല് കൊടുത്തിട്ട് ആ കുട്ടീനെ വേദനിപ്പിക്കേണ്ട കാര്യം കൊണ്ടിട്ടാണ്. പേടിയാണ്. ലവും ഫിയറും രണ്ട് സംഗതികളാണ്. നമുക്ക് പേടിപ്പിച്ചിട്ട് സ്നേഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന അതാണ് ബഹുമാനം എന്നാണ്. എൻ്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര റെസ്പെക്റ്റ് ആണോ ഫിയർ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്, ഒരു പ്രശ്നം വരുമ്പം കുട്ടി വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട്. പ്രശ്നം വരുമ്പോൾ കുട്ടി നമ്മളോട് വന്ന് പറയുന്നില്ലെങ്കിൽ അവിടെ ഉള്ളത് പേടിയാണ്. പേടിപ്പിച്ചിട്ട് ഇപ്പം നിങ്ങളിങ്ങനെ പേടിപ്പിച്ചു, കുട്ടി പെൻസിൽ കൊണ്ടുവന്നു, നാളെ ഒരു പ്രശ്നം വരുമ്പോൾ കുട്ടി നിങ്ങളടുത്ത് വന്ന് പറയുമോ?
പറയില്ല. കാരണം കുട്ടിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് 1 കിട്ടിയതെങ്കിൽ നാളെ 2 കിട്ടും, അതുകൊണ്ട് ഞാൻ പറയില്ല എന്നാണ് പറയുക. ഇതിപ്പോൾ ടാഞ്ചിബിളായ സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം. ഇമോഷണലി ആണെങ്കിൽ കുട്ടി അത് പറയുമോ? പറയില്ല. അപ്പം നമ്മൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് തല്ല് കിട്ടുന്നതാണോ നല്ലത്, അതല്ല നമ്മളോട് കാര്യങ്ങൾ പറയുന്നതാണോ നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് തല്ല് കിട്ടിയാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക, നമ്മളോട് കാര്യം പറയേണ്ട പോലെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? എന്നെ ഒന്ന് തല്ല്, അങ്ങനെയെങ്കിൽ ഞാൻ നന്നാവട്ടെ എന്ന് നമ്മളിപ്പോൾ പറയുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ അത് കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? എല്ലാവരുടെയും ആഗ്രഹമാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. കുറച്ച് ടിപ്സ് പറയാമോ? ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തുമ്പം എല്ലാ ഇമോഷൻസും വാലിഡ് ആണെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം. വി ഹാവ് ടു നോർമലൈസ് ദാറ്റ്. ഓക്കെ. പിന്നെ നമ്മളോട് അവരോട് ചോദിക്കുക. അവരൊരു വിഷമ അവസ്ഥയിലോ പേടിച്ചൊരവസ്ഥയിലോ ദേഷ്യം വന്ന ഒരവസ്ഥയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, വാട്ട് യു ഫീലിംഗ്, ഇപ്പം എന്താ തോന്നുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളോട് ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടത് പറയാൻ നമുക്ക് പറ്റാറുണ്ടോ? ഭയങ്കര വിഷമത്തിലായിരിക്കും നമ്മൾ. എന്തോ പോലെ എന്താന്നൊരു മനസ്സിലാവുന്നില്ല, എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കേട്ട്, ഐ എം ആംഗ്രി, ഐ എം സാഡ്, ഐ എം സ്കേഡ്, ഐ എം വറീഡ് എന്ന് പറയാൻ നമ്മൾ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വാട്ട് യു ഫീലിംഗ് ചോദിക്കുമ്പോൾ അറിയില്ല എന്നവർ പറയുമല്ലോ. അപ്പം നമ്മളോട് ഐ യു ഫീലിംഗ് ആംഗ്രി, അപ്പോൾ ചിലപ്പോൾ പറയും ഐ യു ഫീലിംഗ് സ്കേഡ്, അപ്പോൾ പറയും അപ്പോൾ എല്ലാത്തിനും ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാം പറയും. അപ്പം നമ്മൾ അവരോട് സ്പെസിഫിക്കലി വാട്ട് യു ഫീലിംഗ് നൗ, അങ്ങനെ യു ഹാവ് ടു സിറ്റ്. ക്ഷമയാണ് എല്ലാത്തിനും വേണ്ടത്. ഇരുന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് ഇതെന്ത് ഇമോഷനാണെന്ന് മനസ്സിലാവുള്ളൂ. ആൻഡ് ദെൻ ഈ ഫീലിംഗ് കൊണ്ട് ഭയങ്കര ദേഷ്യം വന്നുമ്പോൾ ചില കുട്ടികൾ നമ്മളടിക്കും, നമ്മുടെ മുടി പിടിച്ച് വലിക്കും, വേറെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ കടിക്കും, പിന്നെ സാധനങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞ് കളയും, നിലത്ത് കിടന്നവരുണ്ട് കരയും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളോട് നമുക്ക് പറയാം, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ആംഗ്രി, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഹിറ്റ് മമ്മ. ഉമ്മാനെ തല്ലിയത് ശരിയായിട്ടില്ല കേട്ടാ. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ആംഗ്രി. വാട്ട് ഡു യു വോണ്ട് മീ ടു ഡു? അങ്ങനെ നിനക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ദെൻ ദേ വിൽ ടെൽ us. നമ്മളോടത് പറയും, ഇങ്ങനെ വേണമെന്നാണ്. ചിലപ്പോൾ ചില കുട്ടികൾ പറയും എനിക്കറിയില്ല എന്ന് പറയും. 2 വയസ്സുള്ള കുട്ടീനോട് പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആ കുട്ടിക്ക് ആ പ്രായത്തിൽ ഇതൊക്കെ മനസ്സിലാവുമോ എന്നാണ് നമുക്ക് തോന്നുന്നത്. മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ നമുക്കിങ്ങനെയുള്ള ഫീലിങ്സ് വരാറുണ്ട് എന്നുള്ളത് നമ്മളെ കുട്ടികൾ അറിയണം. നമുക്ക് ദേഷ്യം വരാറുണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ശബ്ദം ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് ഇത് കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് സോറി പറയാം. ഓക്കെ. ഇനി നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, എനിക്കിപ്പോൾ കുറച്ച് ദേഷ്യം വരുന്നുണ്ട്, ലെറ്റ് മീ ഗോ ആൻഡ് സിറ്റ് സംവെയർ. ഓക്കെ. എന്നിട്ട് ഞാനൊന്ന് കുറച്ചൊന്ന് കാമായിട്ടിട്ട് ഞാൻ വരാം. ഈ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു പോയാൽ നിനക്കും അത് ബുദ്ധിമുട്ടാവും, എനിക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ദേഷ്യം വന്ന സമയത്ത് സംസാരിക്കരുത്. പിന്നെ നമുക്ക് ദേഷ്യം വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാം, അത് സമാധാനമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടിയിലോ മറ്റോ എവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ വേറൊരു രീതിയിൽ വേറൊരു മനുഷ്യനോട് പെരുമാറുന്നത് നമ്മൾ കണ്ടു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കുട്ടി ഇത് കാണുമ്പോൾ ഇവർക്കത് ശീലമില്ലാത്തതാണെങ്കിൽ ചോദിക്കുക, അയാൾ എന്താ അങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഇപ്പം നീ ഇങ്ങനെ എന്നോട് ചോദിച്ചില്ലേ, നമ്മളങ്ങനെ ചെയ്താലും മറ്റു മനുഷ്യർ ഇതേപോലെയല്ലേ വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നായിരുന്നു നിനക്ക് തോന്നുന്നത്, എന്ത് ശരിയെന്നാണ് നിനക്ക് തോന്നുന്നത് എന്ന് തോന്നുമ്പോൾ കുട്ടി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും.
ഇത് അവിടുത്തെ വിഷയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ കുട്ടി നമ്മളോട് ഇങ്ങനെ പറഞ്ഞു അയാൾക്ക് അങ്ങനെ ആക്കിയാൽ പോരെ, എന്തിനും ഇപ്പം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഇവർ ചിന്തിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് ദെയർ ഇമോഷണലി അത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമായി മാറുന്നു. നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മളതേപോലെ ബിഹേവ് ചെയ്ത് കാണിക്കുന്നു. നമുക്ക് ദേഷ്യമുള്ള സമയത്ത് ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ, എനിക്ക് ഭയങ്കര ടയേർഡാണെങ്കിൽ ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് കിടക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾ വന്നിട്ട് എന്നെ വിളിക്കൂല. Because they know if I am stressed, if I am tired, mama is sleeping or she is taking rest and I shouldn't be disturbing her. അവർക്ക് അപ്പോൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഫുഡ് വിശക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഫ്രിഡ്ജിൽ ഫുഡ് ഉണ്ടാവും, ഒന്ന് ചൂടാക്കി മൈക്രോവേവ് ചെയ്താൽ ഞങ്ങൾക്ക് കഴിക്കാം. വലുതായി കഴിയുമ്പോൾ അതുമില്ല, അവർക്ക് സ്വന്തമായിട്ട് അറിയാം ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മക്കളെ നമുക്ക് വളർത്താം. യു ജസ്റ്റ് ഹാവ് ടു ബി എ റോൾ മോഡൽ. ഓക്കെ, നമുക്ക് ദേഷ്യം വരുമ്പോൾ കണ്ടതും കിട്ടിയതൊക്കെ വിളിച്ചു പറയുക, എല്ലായിടത്തും വലിച്ചെറിയുക, നശിപ്പിക്കുക, റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അടുത്ത് നിന്ന് വേറെ ആരെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കുക, ഇതൊക്കെ കണ്ട് വളരുന്ന കുട്ടി. എന്നിട്ട് അവർ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവണം നമ്മൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു തുടർച്ചയായിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, എൻ്റെ മോൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പാരൻസ് മീറ്റിനൊക്കെ പോകും. അപ്പോൾ ഞാനും വേറൊരു പാരൻറ്റും കൂടി സംസാരിക്കായിരുന്നു. അവർ പറഞ്ഞു ഇപ്പോൾ ജെൻറ്റിൽ പാരൻറ്റിൻ്റെ കാലമാണ്. അപ്പോൾ ജെൻറ്റിൽ പാരൻറ്റിങ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എപ്പോഴും നമ്മൾ സോഫ്റ്റായിട്ട് സംസാരിക്കണം. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ, അതായത് എനിക്ക് കിട്ടിയൊരു പാരൻറ്റിങ് ഉണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഇടയ്ക്കൊക്കെ ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ല് ചെയ്യും ആ സമയത്ത്. അത് കഴിഞ്ഞ് എനിക്ക് വരുന്നൊരു ഗിൽറ്റ് ഉണ്ട്, അത് ഭീകരമാണ്. അതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്. തിരിച്ച് ട്രഡീഷണൽ പാരൻറ്റിങ്ങിലേക്ക് പോട്ടെ, അതോ ഈ ഗിൽറ്റും വെച്ച് ഇടയ്ക്കിടയ്ക്കുള്ള പൊട്ടിത്തെറികളുമായിട്ട് ഇത് തുടരണോ? അപ്പോൾ മാം എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തിട്ടുണ്ടോ ഇത്തരം പാരൻ്റൽ ഗിൽറ്റ് വെച്ച് പുലർത്തുന്ന ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് പാരൻസ്? ഞാൻ മോം ഗിൽറ്റ് ഇല്ലാത്ത ഒരു മദറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തെറ്റ് പറ്റാത്തൊരൊറ്റൊരു പാരൻറ്റിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങളാണ് ശരിയെന്ന് പറയുന്ന മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് കുട്ടികളെ വളർത്തിയിട്ടുള്ള, പക്ഷേ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വി ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. ഇഫ് യു ആർ നോട്ട് ലേണിങ് യു ആർ റിപ്പീറ്റിങ് ഇറ്റ്. അത്രയേ ഉള്ളൂ. എല്ലുന്നതിന് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വല്ലപ്പോഴും ഒന്ന് ചെയ്തു പോയാൽ യു ഹാവ് ടു സേ സോറി. ഓക്കെ, ഗോ sit with them, tell them I am sorry, I shouldn't have done that, it was not your mistake. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ കുട്ടികളെ അടിക്കുന്നതും വഴക്ക് പറയുന്നതും കുട്ടികളോടുള്ള ദേഷ്യം കൊണ്ടോ അവർ ചെയ്ത കുറ്റം കൊണ്ടോ അല്ല, നമ്മളുടെ ഫ്രസ്ട്രേഷൻ. പലപ്പോഴും പല കുട്ടികൾക്കും കിട്ടേണ്ട അടി കിട്ടേണ്ടത് അവരുടെ അച്ഛന്മാർക്കാണ്. അമ്മമാർ കൊടുക്കുന്ന അടിയുണ്ടല്ലോ, അത് അച്ഛനോടുള്ള ദേഷ്യം ചിലപ്പോൾ കുട്ടിയോട് അടിച്ചിട്ട് തീർക്കുന്നുണ്ടാവും. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയൊക്കെ താമസിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകളും പ്രഷറും നമ്മൾ ചിലപ്പോൾ ഈ കുട്ടീനെ തല്ലിയിട്ട് തീർക്കുന്നുണ്ടാവും. നമ്മുടെ ഓഫീസിൽ നമുക്കുള്ള വർക്ക് പ്രഷർ ചിലപ്പോൾ നമ്മൾ ഈ കുട്ടീനെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, തിരിച്ചു കിട്ടൂല എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ടാണ്. തിരിച്ചു കിട്ടും എന്നുള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കുമോ ഇങ്ങനെ? ഇവിടെ ഒരിക്കലും എൻ്റെ അടുത്തൊരു ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് തോറ്റു മാം, എങ്ങനെയെങ്കിലും അവരോടൊന്ന് സംസാരിക്കുമെന്ന് വെച്ചു. എനിക്കറിയില്ല എങ്ങനെയാണ് ആ കുട്ടി അവരെ കൺവിൻസ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ പണ്ടേ കുറച്ച് ദേഷ്യക്കാരനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തന്നെ നാട്ടിൽ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ മുകളിൽ ഹയർ അതോറിറ്റീസ് ഉണ്ടോ? അപ്പം അയാൾ പറഞ്ഞു അപ്പോൾ അവർ സാറിനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാറില്ലേ? ഉണ്ട്. അപ്പോൾ സാറ് ഇതേ രീതിയിൽ വീട്ടിൽ പ്രതികരിക്കുന്ന അതേ രീതിയിലാണോ അവിടെ പ്രതികരിക്കുക? അല്ല എന്ന് ചോദിച്ചാൽ അതെന്താ അല്ലാത്ത?
അവിടെ ഇവിടെയും ദേഷ്യം വരുന്നുണ്ട്, അവിടെയും ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ദേഷ്യം വരുമ്പം എൻ്റെ ഭാര്യയുടെ പിന്നെ മുകളിൽ കുതിര കയറാം, അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാനേജറിൻ്റെ മുകളിൽ കുതിര കയറാൻ പറ്റുന്നില്ല? ഇവിടെ ഇവർ ഇൻഫീരിയർ ആണ്, അവിടെ സുപ്പീരിയർ ആണ് എന്നുള്ള തോന്നൽ കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മിണ്ടാണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടോ. നമുക്ക് പാവം ഈ അമ്മയ്ക്ക് ഈ എന്നോട് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ അമ്മ ഭയങ്കര നല്ലൊരു ലേഡിയായിരുന്നു, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ, ഭയങ്കര പാവമായിട്ടുള്ള പാട്ടൊക്കെ പാടുന്ന ഒരു ലേഡിയായിരുന്നു. അപ്പം അവർ ഈ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സ്മ്യൂൾ എന്ന് പറഞ്ഞ ആപ്പിൽ ഇങ്ങനെ പാട്ട് പാടും. എന്നിട്ട് അതിൽ പാടുന്നൊരു ഏതോ ആൾ സ്മ്യൂളാകുമ്പോൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ വേറൊരാണുങ്ങൾ നിന്നിട്ട് പാട്ടൊക്കെ പാടൂലേ, ഈ കയ്യിലൊക്കെ സംശയം. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നതും ബഹളം വയ്ക്കുന്നതും കുട്ടീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, മറ്റു മനുഷ്യരെ കുറിച്ചിട്ടുള്ളതാണ്, മറ്റു ടെൻഷൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ ഈ കുട്ടീനെ വേദനിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എന്നതൊക്കെ നമ്മൾ ചുമ്മാ ചിന്തിച്ചാൽ മാത്രം പോരാ, ഒന്ന് എഴുതി വെക്കുക. ഇന്നതായിരുന്നു റീസൺ, അതിൻ്റെ ബാക്കിലെ റീസൺ എന്തായിരുന്നു നോക്കുമ്പോൾ ഇന്നതാണ് റീസൺ. അപ്പം ഒരു കാര്യം നമ്മൾ പഠിച്ചു, ഇനി വരുമ്പം ഇത് ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ആ യെല്ലിങ് എടുക്കൂല, ചെയ്യൂല. പിന്നെ ഗിൽട്ടില്ലാത്ത മനുഷ്യരില്ല കേട്ടോ. വൺസ് ഇൻ എ വൈൽ നമ്മളെല്ലാവരും പൊട്ടിത്തെറിക്കും. പിന്നെ ഇതൊക്കെ സപ്രസ് ചെയ്തിട്ട് ട്രഡീഷണൽ പാരൻറ്റിങ്ങിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാര്യത്തിനെ ചങ്കിങ് ഡൗൺ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്. എന്ത് കാരണം കൊണ്ടാണ് ഗിൽട്ട് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവം വരുമ്പോഴാണ് ഒരു കോച്ചിൻ്റെ സഹായം തേടേണ്ടത്, അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതൊക്കെ ആ സമയത്താണ്. മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് നാട്ടുകാരെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോഴല്ല നമ്മളൊരു മനുഷ്യൻ്റെ സഹായം തേടേണ്ടത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ട്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കുകയും, ഫ്രണ്ട്സാണല്ലോ ഏറ്റവും നല്ലത് നമുക്ക്. അങ്ങനെ അവരോടൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരാളുടെ ഹെൽപ്പ് തേടാം. ആസ്ക് യു ഷാൽ റിസീവ്. ഒറ്റയ്ക്കൊന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ സോഷ്യൽ ആനിമൽസ് അല്ലേ ദിവ്യ, നമുക്ക് മനുഷ്യന്മാരുടെ സഹായം ആവശ്യമല്ലേ, ദേ വിൽ ഹെൽപ്പ്. മാം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, നമ്മളെപ്പോഴും അമ്മമാരെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അമ്മമാരുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചൊക്കെ. ഈ പാരൻറ്റിങ്ങിലെ സ്പെസിഫിക്കലി പറഞ്ഞാൽ അച്ഛൻ്റെ റോൾ എവിടെയാണ്? ഈ ഫാദർ ഫിഗർ ആബ്സെൻ്റ് ആവുന്ന കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ശൂന്യതയാണ് കുട്ടികൾ സൃഷ്ടിക്കുക? ഒന്ന് സ്ട്രെങ്ത്താണ്, 2 കോൺഫിഡൻസാണ്, 3 ഫിനാൻസാണ്. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അച്ഛന്മാരിൽ നിന്നും പഠിക്കുന്നത് സ്ട്രോങ് ആയ അമ്മമാരില്ല എന്നുള്ളതൊന്നല്ല. മാസ്കുലിനിറ്റി ഫെമിനിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്നത് 2 കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഹാൻഡിൽ ചെയ്യാം, റെസീലിയൻസ് എങ്ങനെ പ്രകടിപ്പിക്കാം, ജീവിതത്തിൽ പ്രകടിപ്പിക്കാം എന്നുള്ളത് അച്ഛനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. ഇൻറ്റഗ്രിറ്റി അച്ഛനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. റെസ്പെക്റ്റ് അച്ഛനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. ഇത് അച്ഛൻ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അച്ഛൻ അച്ഛൻ്റെ പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ചുറ്റുമുള്ള മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റാണ്. അമ്മ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റാണ്. 2 മനുഷ്യർക്കും 2 പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടാൻ പറ്റും എന്ന തോന്നൽ വരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള കെൽപ്പ് സത്യം പറഞ്ഞാലുള്ളത് അച്ഛനാണ്. കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയ ആൾക്കാർ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഒരാളെ എടുത്താൽ ഒരാൾ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പം അതേ സമയത്ത് പുരുഷന്മാരെ നോക്കുമ്പോൾ 100-ൽ ഒരാളൊക്കെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ട്. അപ്പം
നമ്മൾ കാണിച്ചു കൊടുക്കാനാണെങ്കിലും കാണിക്കാനാണെങ്കിലും അച്ഛന്മാർക്ക് ഓൾറെഡി അങ്ങനെ ഒരു സാധനം അവരുടെ ബോഡിയിലും അവരുടെ സൈക്കിയിലൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. കോൺഫിഡൻസ് അച്ഛന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നല്ല, ഇതൊന്നും അമ്മയ്ക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അച്ഛന് കുറച്ചും കൂടി നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ക്ഷമ അച്ഛന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ആങ്കറാണ് പുരുഷന്മാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അപ്പം ഈ ആങ്കറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കുട്ടികൾ, അച്ഛൻ്റെ കണ്ട് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് ആങ്കർ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ജീവിതത്തിൽ വരേണ്ട പല കാര്യങ്ങളും, ലൈക്ക് അവരുടെ ടീനേജിൽ വരുന്ന അവർ ചെയ്തു പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ആരുടെയൊക്കെ കുട്ടിയൊക്കെ അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചില ആൾ തോണ്ടാൻ പോവും. ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. ഇത് ചെയ്യരുത് എന്ന് ചിലപ്പോൾ അവർക്കറിയില്ലായിരിക്കാം, ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഏറ്റവും കൂടുതൽ പറ്റുന്നത് അച്ഛനാണ്. കാരണം അച്ഛനാണ് അതിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുള്ള ആൾ. അമ്മയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തന്നെ അറിയില്ലായിരിക്കും. എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യും, ഞാൻ ബസ്സിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ചിലപ്പോൾ ഒരമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അച്ഛനാണ്. അച്ഛന് അമ്മയെക്കാളെന്നും പറയാൻ പറ്റില്ല, പക്ഷെ അമ്മയെപ്പോലെ തന്നെ റോള് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലുണ്ട്. അച്ഛനൊരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ സഹായിച്ചിട്ടുള്ളത് അച്ഛനാണ്. ഞാൻ ആഫ്റ്റർ ഡിവോഴ്സാണ് ഞാൻ ശരിക്കും ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പ്രൊമോഷനായി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മുസ്ലിം വുമണാണ്, കടുത്ത വിശ്വാസികളാണ് ഞങ്ങൾ. അപ്പോൾ ഡിവോഴ്സ് ചെയ്യണം, ചെറിയ പ്രായത്തിൽ തന്നെ 30s തന്നെ ഞാൻ ഡിവോഴ്സ്. അപ്പോൾ എന്നെ കാണുമ്പോൾ അത്ര പ്രായമൊന്നും കാണുന്നില്ല, എന്നാലോ ഡിവോഴ്സ് ചെയ്യാണ്, മുസ്ലിമാണ്, ഇന്ത്യയിൽ അധികം ജീവിച്ചിട്ടുമില്ല ആ സമയത്ത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് കുറേ യാത്ര ചെയ്യേണ്ട ഒരു ജോലി കിട്ടിയപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആദ്യം പോയി പാപ്പനോട് പറഞ്ഞു, അപ്പം ഇങ്ങനൊരു വിഷയമുണ്ട്, ഒരു പ്രൊമോഷൻ ഉള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും, യാത്രകളായിരിക്കും. അപ്പോൾ പാപ്പ എന്നോട് പറഞ്ഞു, നിനക്ക് നിന്നെ സൂക്ഷിക്കാൻ അറിയാമെന്നെങ്കിൽ പിന്നെ നിനക്ക് എന്ത് ചെയ്യുന്നതിന് എന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വലിയ കോൺഫിഡൻസ് തരുമല്ലേ. ദാറ്റ് ഗേവ് മീ ഗൂസ് ബംസ് വരുന്നുണ്ട്. ആൻഡ് അതെനിക്ക് പാപ്പ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെനിക്ക് തന്നത് ചെറുതൊന്നുമല്ല വിദ്യ, ഭയങ്കരമാണത്. അച്ഛന്മാർ ഞങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തോന്നുക എന്നുള്ളത്, അച്ഛന്മാർ എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ, എനിക്ക് പേടിക്കണ്ട, അച്ഛൻ എൻ്റെ സേഫ് സ്പേസാണ് എന്നൊരു തോന്നൽ, അതൊക്കെ മക്കളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ധൈര്യം, നേരത്തെ പറഞ്ഞില്ല, സ്ട്രെങ്ത്ത്, കോൺഫിഡൻസ്, ബോൾഡ്നെസ്, ഇതൊക്കെ ഒരു അച്ഛന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഏത് ധൈര്യമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടീനെയും നിങ്ങൾ നോക്കിക്കോളൂ, ഏതെങ്കിലും ഒരു മെയിൽ ഫിഗർ ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് കൊടുത്തിട്ടുള്ള, അച്ഛനാവാം, ചേട്ടനാവാം, അമ്മാവന്മാരാവാം. അത് കണ്ടിട്ടാണ് നമ്മൾ ലോകത്തിന് പോലും വിശ്വസിക്കാൻ ധൈര്യപ്പെടുന്നത്. അപ്പം അച്ഛൻ്റെ റോളിന് ചെറുതാക്കി കാണാൻ പറ്റില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, ഈ പാരൻറ്റിങ് തമ്മിൽ എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വളരെ കണക്ഷൻ ഉണ്ടെന്നറിയാം, എങ്കിലും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മളെ മെൻ്റൽ ഹെൽത്ത് സേഫാക്കി വയ്ക്കുക എന്നുള്ളത്? നമ്മളെ സ്നേഹിച്ചാലും, നമ്മളെ അംഗീകരിച്ചാലും, നമ്മളെ അപ്രൂവ് ചെയ്താലും മാത്രമേ നമുക്ക് മറ്റു മനുഷ്യരെ സ്നേഹിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും അപ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. നമ്മൾ സെയിനായിട്ടിരുന്നാലേ മറ്റു മനുഷ്യർക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ.
അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്തും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും ഭയങ്കര ബ്യൂട്ടിഫുള്ളി ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അതിന് പൈസ ചിലവാകുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള മനുഷ്യരുടെ സമാധാനം കെടുത്തുന്നത് ശരിയല്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി. ഇൻ ദി എൻഡ് വാട്ട് ഡു യു മിസ്? പീസാണ്. കേട്ട് നമുക്ക് എന്താണ് നമുക്ക് സത്യത്തിൽ ജീവിതത്തിൽ വേണ്ടത് വിദ്യ? സമാധാനമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ലൈഫ്. സന്തോഷത്തിനേക്കാളേറെ നമുക്ക് വേണ്ടത് സമാധാനമല്ലേ? സന്തോഷം ഇപ്പം ഒരു നല്ല തമാശ പടം കണ്ടാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സന്തോഷം അവിടെ ഉണ്ടോ? ഇല്ല. അതേ സമയത്ത് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്തും കഴിവും നമുക്കുണ്ടാവും. അപ്പോൾ ആ പീസാണ്, പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കോർ സംഗതി. അതിനു വേണ്ടി നമ്മൾ എപ്പോഴും മെൻ്റലി ആൻഡ് ഇമോഷണലി ഒരു കാമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഈ ബ്രീതിങ് പ്രാക്ടീസസ് നമുക്ക് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാം. ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കര ഡൗൺ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി വരാം, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ ടെൻഷൻ മുഴുവൻ പുറത്ത് തൂക്കിയിട്ട് കട്ടൻ ചായ കുടിക്കാൻ പോയാലും വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോയാലും നമ്മൾ സമാധാനം നമുക്ക് കിട്ടുമോ? ഇല്ല. അതിനെ നമ്മൾ ശരിക്കും പ്രോസസ്സ് ചെയ്യണം. വാട്ട് ആം ഐ ഫീലിംഗ്? വൈ ആം ഐ ഫീലിംഗ് ദിസ്? വാട്ട് ടു ഡു വെൻ ഐ ഫീൽ ദിസ്? വാട്ട് ഷുഡ് ഐ ടേക്ക് കെയർ ഓഫ് to not feel this way when I'm having these kind of conflicts in my life? അതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അത് നമുക്ക് തന്നെ ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ആ തരത്തിൽ വയ്ക്കേണ്ടതായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ അത് അവനവനോട് തന്നെ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറ്റൂല. സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർക്കൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഹെൽപ്പ് ആവശ്യമാണ്, ഹെൽപ്പ് എടുക്കുക. അതേപോലെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നൊരു പരിപാടിയാണ് ഈ ബ്രീത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ. കുട്ടികൾക്കും നമ്മളിത് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ബ്രീത്ത്, അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. സ്മെൽ ദ ഫ്ലവർ, ബ്ലോ ദ കാൻഡിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. അവർക്ക് വേഗം മനസ്സിലാവും അത്. ഹൗ ആർ യു സ്മെല്ലിങ് ദ ഫ്ലവർ? ലൈക്ക് ഹൗ ആർ യു ബ്ലോയിങ് ദ കാൻഡിൽ? ഒരു ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ശ്വാസം കഴിക്കുക വിദ്യ? ഇങ്ങനെയല്ലേ? അതിൽ നിന്ന് റിലീവ് ആകുന്ന സമയത്ത് അത് നമുക്ക് തരുന്നൊരു സമാധാനം എത്ര വലുതാ. അപ്പം അതുപോലെ നമ്മളുടെ സമാധാനം ആദ്യം കീപ്പ് ചെയ്തിട്ട് ഉറപ്പാക്കിയിട്ട് മാത്രമേ ബാക്കി മനുഷ്യരുടെ ജീവിതത്തിൽ അഭിപ്രായങ്ങളും അഡ്വൈസസും കൊടുക്കാൻ വേണ്ടി പോകാവൂ. മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ പാരൻസിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? ഇനി അവർ വിചാരിച്ച ഇടങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയോ ഇല്ലേ? ഞങ്ങളവരെ നന്നായി നോക്കുന്നുണ്ടോ? ഞങ്ങളവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ഗിൽട്ടിൽ ഇങ്ങനെ കാലിൽ പിടിച്ച് വലിക്കാൻ പറയില്ലേ, അങ്ങനെ ഒരു സർക്കിളിൽ കുടുങ്ങിക്കിടക്കുന്ന കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇതെന്തെങ്കിലും പാരൻ്റൽ മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ലൈഫിൽ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയില്ലേ? എവിടെയാണ് ആ ബ്രേക്കിംഗ് വേണ്ടത്? മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മക്കൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ല എന്നുള്ളത് എല്ലാ പാരൻസും മനസ്സിലാക്കണം. ഞാൻ നിനക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് തരണം. അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വളർത്തുന്നത്. എനിക്ക് വയസ്സായി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വളർത്തുന്നത് എന്ന ഒരു തോന്നൽ കൊണ്ട് മക്കൾ ഒരിക്കലും വളർത്തരുത്. മക്കൾക്ക് ഗിൽറ്റ് ഉണ്ടാക്കും. പിന്നെ ചെറിയ പ്രായം മുതലേ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വലുതായാലും എനിക്ക് പ്രായമായാലും നീയാണ് നോക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റ് ഉണ്ടാവും. അതേസമയം നമ്മളവർക്ക് കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹം കൊടുക്കുക. നീ ഇങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറയുന്നയാളെ കല്യാണം കഴിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കുള്ളൂ. ദാറ്റ് വാസ് ദ കണ്ടീഷൻ. ഓക്കെ, നീ ആരെ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്താലും നിൻ്റെ കൂടെ ഞാനുണ്ടാവും. ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ. അങ്ങനെ പറയാൻ പറ്റുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ, പാരൻ്റൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ടാവും.
അതൊരു സേഫ് സ്പേസാണ്. സേഫ് സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗിൽട്ട് ഉണ്ടാവില്ല. സേഫ് സ്പേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഈ ഗിൽട്ട് ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ബ്രീത്ത്, ദാറ്റ്സ് ഇറ്റ്, ഇനഫ്, യു ഡൂയിങ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് ഇൻഡിപെൻഡൻ്റായി വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോഴും നമുക്കൊരു കുഞ്ഞിനെ വളർത്താൻ പലപ്പോഴും എക്സ്റ്റെൻഡഡ് ഫാമിലിയെ ആശ്രയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പാരൻസ് രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോഴൊക്കെയുള്ളൊരു പ്രശ്നം എന്താ പറയുക, അവർക്ക് ഈ പഴയ കാലത്തെ കൺസെപ്റ്റ് ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ പുതിയ കാലത്തെ കൺസെപ്റ്റ് ഉണ്ടാവും. ഇവ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ശരിക്കും കുറേ പാരൻസിന് ബുദ്ധിമുട്ടായി കണ്ടിട്ടുണ്ട്. എവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യമാകേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഒരു കോഹാബിറ്റേഷൻ സാധ്യമാകേണ്ടതെന്ന് തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് വരേണ്ടത് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് മറ്റേയാളോടൊരു അമർഷവും ഒരു എന്താണിത് എൻ്റെ നിവൃത്തികേട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ അവരെയും മനസ്സിലാക്കണം, അവർ നമ്മളെയും മനസ്സിലാക്കണം. അപ്പോൾ ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണെങ്കിൽ, അതായത് പ്രഗ്നൻസി മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, ഇത്ര നാൾ മാത്രമേ എനിക്ക് ലീവ് കിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകണം, അത് കഴിഞ്ഞാൽ ഇത്ര നാൾ എൻ്റെ കുട്ടീനെ ഇന്നയാൾ നോക്കേണ്ടി വരും, അതിനയാൾ റെഡിയാണോ, അവരോട് നമ്മൾ സംസാരിച്ചിരിക്കണം. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ തന്നെ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാവും. ആ സംഗതി കൂടി നമ്മൾ മറ്റവരോട് സംസാരിച്ചിരിക്കണം. നമ്മൾ മുമ്പേ നേരത്തെ പറഞ്ഞില്ലേ, ഓർഗാനിക്കലി ഇറ്റ് ഹാപ്പൻസ്. ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് കൊടുക്കുന്നു, ആരെങ്കിലുമൊക്കെ നോക്കുന്നു, ഇങ്ങനെ വളർന്നോളും. അങ്ങനെ വളരില്ല എന്നല്ല, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ റെസീലിയൻ്റ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും. ആ പണികളാണ് ഈ പറയുന്ന പോലത്തെ ഈ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ പാർട്ട്ണറിനോടും നമ്മളുടെ ഇനി വരാൻ സഹായിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പാരൻറ്റിങ് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഈ കുട്ടികൾ ഭാവിയിൽ തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കട്ടെ, നാളെ മറ്റന്നാൾ അവർ സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ തെറപ്പിസ്റ്റിനെയോ ആരെ വേണമെങ്കിലും കണ്ടോട്ടെ, ഐ ഡോണ്ട് കെയർ എന്നാണെങ്കിൽ അങ്ങനെ പോകാം. അതല്ല എന്നാണെങ്കിൽ കൃത്യമായിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ അഥവാ കാണുകയാണ്, ഇനിയിപ്പോൾ അഥവാ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെയാണ് എല്ലാം ആയിപ്പോയി, ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നമുക്ക് പറയാനൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കെയർ ടേക്കേഴ്സ് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർ ബഹുമാനിക്കുന്ന, അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് തോന്നുന്ന മനുഷ്യരോട് സംസാരിച്ചിട്ട് അവരോട് ഡിസ്കസ് ചെയ്യണം. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ ചില മനുഷ്യരുടെ വീഡിയോസൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചില അമ്മമാർക്കൊക്കെ ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരുടെ കയ്യിലും വാട്സാപ്പും ഫോണും എല്ലാം ഉണ്ടല്ലോ. മെല്ലെ അവിടെ മാത്രം ഒന്ന് സ്ക്രീന് റെക്കോർഡ് ചെയ്തിട്ട് ഇത്ര സാധനം മാത്രം റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും ഇവരിലേക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെറും സംസാരം മാത്രമല്ലല്ലോ, വെർബലി ആവാം, അത് ഈ പറയുന്ന പോലെ റീൽസ് അയച്ചിട്ടാവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇത് നമുക്ക് വളരെ അടുപ്പമുള്ളവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറഞ്ഞു. അതുപോലെ നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു ഇടമുണ്ട്. ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു അടുത്ത വീട്ടിലൊക്കെ കോമൺ ആയി പോകുന്നു. അപ്പോൾ അവിടുന്ന് കുട്ടിക്ക് കുറച്ച് ഇൻസൾട്ടായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാവുന്നു. അപ്പോൾ ഇത് കുട്ടി നമ്മളോട് വന്ന് പറയുന്നു, പാരൻറ്റിനോട്.
അപ്പോൾ ശരിക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പോയിട്ട് അവരോട് നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടാൽ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെ നമ്മൾ പറയുകയാണോ വേണ്ടത്? അത് ബന്ധങ്ങളെ ബാധിക്കുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണോ വേണ്ടത്, അല്ല നമ്മളൊരു മുതിർന്ന ആളിൽ നിന്ന് കുട്ടിക്കൊരു ഇൻസൾട്ടോ കുറച്ച് പ്രശ്നങ്ങളോ നേരിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് സംസാരിക്കുകയാണോ വേണ്ടത്? അത് ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കാം? എന്താണ് ഈ ബന്ധങ്ങൾ? സത്യത്തിൽ ബന്ധം ഒരാൾക്ക് ഒരാളെ മനസ്സിലാവുന്നുണ്ടെങ്കിലല്ലേ അവിടെ ഒരു ബന്ധമുള്ളൂ. അപ്പം അപ്പുറത്ത് നിൽക്കുന്നയാളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണമല്ലോ, അവിടെയല്ലേ നമുക്ക് ആ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇപ്പം നമ്മളുടെ കുട്ടീനെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കളിക്കാനൊക്കെ പറഞ്ഞു വിടുന്നു എന്ന് വിചാരിച്ചു. അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കുട്ടി കേൾക്കണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾക്കും കുട്ടിക്കും ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് ഉണ്ടാവുന്നു. അത് മറ്റേ ആൾ മനഃപൂർവ്വം ചിലപ്പോൾ ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നുകയോ അല്ലെങ്കിൽ അങ്ങനെയോ ആവാം. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് ചോദിക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അത് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം. പക്ഷേ മെയിൻറ്റെയിൻ ദറ്റ് എന്താണ് അതിൻ്റെ റെസ്പെക്റ്റോടു കൂടി തന്നെ അത് ചോദിക്കണം. അത് ചോദിക്കുന്നത് റെസ്പെക്റ്റ്ഫുള്ളി ആണ് എന്നുള്ളത് കുട്ടിക്കും മനസ്സിലാവണം. അതേപോലെ അത് അവിടെ ചോദിക്കണം, അപ്പോഴേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഐ എം വാല്യൂഡ്, ഐ എം റെസ്പെക്റ്റഡ്, മൈ വേർഡ്സ് ഹാസ് വാല്യൂ, ഐ ക്യാൻ ട്രസ്റ്റ് മൈ മദർ ഓർ ഫാദർ. ഓക്കെ, അപ്പോൾ ആ ഒരു എല്ലാ ഇതും കുട്ടിക്ക് അവിടെ വന്നു. സെക്കൻഡ് തിങ്, നമ്മൾ കുട്ടിയോട് പറയണം മറ്റു മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അത് നമ്മൾ ഫ്യൂച്ചർ റെഡി ആക്കുന്നതാണ് കുട്ടീനെ. എന്ത് വേണമെങ്കിലും പറയാം, അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. അപ്പം അത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് നമ്മളുടെ ദിവസം മുഴുവൻ കളയേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിൻ്റെ തീരുമാനമാണ്. ഇതിപ്പോൾ നീ ഇപ്പോൾ ചെറുപ്പത്തിൽ കണ്ടു, കുറച്ച് കാലം കഴിയുമ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാം. യു ക്യാൻ പ്ലേ ദറ്റ്. അങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയാം, മറ്റ് വഴിവക്കിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പറയാം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഓരോരോ തരത്തിലുള്ള മനുഷ്യരുണ്ടാവുമല്ലോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഈ പാരൻറ്റിങ് ജേർണിയിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ നടക്കുന്നുണ്ട്. അതിൽ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്, ആദില നൂറ പറഞ്ഞിട്ട്. അതിൽ തന്നെ വേറൊരു കണ്ടസ്റ്റൻ്റ് ഒരു ആദ്യമാണ്, എൻ്റെ മകൻ ഈ ഷോ കാണുന്നുണ്ടാകും, ഞാൻ അവനോട് ഈ ബന്ധം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അത് എനിക്ക് തോന്നിയപ്പോൾ വലിയ ചർച്ചയാണ്. അപ്പം ആസ് എ പാരൻറ്റിങ് കോച്ച് ഞാൻ മാമിനോട് ചോദിക്കട്ടെ, ഒരു കുഞ്ഞിനോട് നമ്മൾ എങ്ങനെയാണ് ഈ LGBTQ സ്പെക്ട്രത്തെക്കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? Why would you even use the word LGBTQ to a kid? You just have to talk about love. Yes. ആ ഒരു പ്രായത്തിൽ ലവിനെ കുറിച്ച് മാത്രമേ ഏതൊരു മനുഷ്യനെ സ്നേഹിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ കുഞ്ഞുങ്ങളെ വെറുതെ ടെൻഷനിലാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അവനവൻ്റെ ആ സമയത്ത് ശരികളിലാണ് വിദ്യ. ഇപ്പം ഈ പറയണ കണ്ടസ്റ്റൻറ്റിൻ്റെ ഈ സമയത്ത് ശരി അതായിരിക്കും, നാളെ അവരുടെ ശരി അതായിരിക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളോട്, എൻ്റെ മനസ്സിൽ എന്നെ മാറ്റി എന്നെ ഇവോൾവ് ചെയ്തൊരു ഇൻസിഡൻറ്റ് പറഞ്ഞില്ലേ, എൻ്റെ ആ സമയത്ത് ശരി അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉള്ള എൻ്റെ ശരി ഡിഫറെൻറ്റാണ്. അതുപോലെ തന്നെ അവരും മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കും മാറ്റം വരും. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ കുട്ടികളോട് കാര്യങ്ങൾ പറയേണ്ട സമയമാകുമ്പം അവർ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയമാകുമ്പോൾ, ഇപ്പോൾ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. പാരൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. നമ്മൾ കുട്ടികളോട് പറയാം, പാരൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ 2 മദേഴ്സ് ആയിരിക്കാം ഉണ്ടാവുക, ചിലപ്പോൾ 2 ഫാദേഴ്സ് ആയിരിക്കാം ഉണ്ടാവുക, ചിലപ്പം ഒരു ഫാദർ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പം ഒരു മദർ മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ മദേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, സിംഗിൾ ഫാദേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം, ലെസ്ബിയൻ ആയിട്ടുള്ള അപ്പോൾ 2 മദേഴ്സ് മാത്രമാണ്, പിന്നെ 2 ഫാദേഴ്സ് മാത്രമാണ്, അങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ കുട്ടികൾ ഇനിയിപ്പം വരുന്ന കുട്ടികൾ വലുതായി കഴിയുമ്പോൾ, ഇപ്പോൾ മോഡേൺ ഫാമിലി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ അതിൽ അവർക്ക് 2 ഫാദേഴ്സാണ്. ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ നോക്കുന്നത്. അതെന്താ അത് 2 ഫാദേഴ്സ് മാത്രം അവിടെ? ചിലപ്പോൾ കുട്ടി നമ്മളോട് ചോദിക്കാം, നമുക്കത് പറഞ്ഞു കൊടുക്കാം. അതേപോലെ എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷനിലോ മറ്റാണെന്ന് തോന്നുന്നു,
ഐ ഷോ യു മൈ പാരൻസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവിടെ 2 സ്ത്രീകളാണുള്ളത്. അപ്പം അങ്ങനെ 2 സ്ത്രീകളെ കാണിക്കുമ്പം എന്താ പാരൻസ് എന്ന് പറഞ്ഞിട്ട് 2 സ്ത്രീകൾ മാത്രം എന്ന് സംശയം തോന്നാലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെയും ഫാമിലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും കപ്പിളാണ്. അത്ര മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? സ്നേഹം മാത്രം കുട്ടികൾ അറിഞ്ഞാൽ പോരെ. പിന്നെ അതിനപ്പുറം വരുന്ന കാര്യം അവർ അഡൾട്ടായി കഴിയുമ്പം അവർക്ക് മനസ്സിലാവും. അവർ മനസ്സിലാവുന്നില്ല എങ്കിൽ മനസ്സിലാവുന്ന മനുഷ്യരിൽ നിന്ന് അവർ ചോദിച്ചു പഠിക്കാൻ മടിയില്ലാത്ത രീതിയിലുള്ള മക്കളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാനത് എപ്പോഴെങ്കിലും ഒരു പാരൻറ്റിങ് എക്സ്പെർട്ടിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചതാണ്. അവളൊരിക്കലും ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, അവരുടെ വീട്ടിൽ ആളെപ്പോലെ സ്വാതന്ത്ര്യമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു, കസിനാണ്, പക്ഷേ സ്വന്തം പോലെയാണ് വളർന്നത്. അപ്പോൾ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡും വീട്ടിൽ വന്നൊരു സമയം ഹസ്ബൻഡ് ആളോട് മോശമായിട്ട് പെരുമാറി. ഒരു സ്വന്തം ഏട്ടനെ പോലെ പെരുമാറാൻ പോയപ്പോൾ കുറച്ച് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഇവിടെ ആദ്യം വളരെ പാനിക്കായിപ്പോയി. പിന്നെ വന്നിട്ട് അമ്മയോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞത്, നീ ഇനി ഒറ്റയ്ക്ക് അവൻ്റെ അടുത്തേക്കൊന്നും പോകാനൊന്നും നിൽക്കണ്ട. അപ്പം അമ്മ ഇത് ചോദിക്കില്ലേ എന്നുള്ളതൊരു കൺസേൺ ആണല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞത്, അല്ല, എനിക്ക് അവൾക്കിപ്പോൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ നിനക്ക് വേണ്ടി അവളുടെ ജീവിതം കളയാൻ എനിക്ക് പറ്റില്ല. അവളിതറിഞ്ഞാൽ വളരെ ഷോക്കാവും, ഒരു ബന്ധത്തെ ബാധിക്കും. അപ്പോൾ നിനക്ക് വേണ്ടി എനിക്ക് അവളുടെ കുടുംബം കളയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, അതിന് ഇതാണ് റീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വൺ ഓഫ് ദി റീസൺ ഈ മറുപടി കൂടിയാണ് എന്ന് പറയേ. അപ്പോൾ എൻ്റെ മനസ്സിലതുണ്ട്. അതെങ്ങനെയാണ് ഇത്തരം മുറിവുകൾ? അത് പാരൻറ്റിങ്ങിലെ മിസ്റ്റേക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാവരുടെ ഭാഗത്തും ശരിയുണ്ട് എന്നൊക്കെ തോന്നിപ്പോകുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം മുറിവുകൾ അത് നമ്മുടെ അടുത്ത തലമുറ, ഇനി നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെ ബാധിക്കുമോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? ബാധിക്കും വിദ്യ. ഈ മറ്റു മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇങ്ങനെ ആയിരിക്കില്ലേ നമ്മളുടെയും ജീവിതം എന്ന് വിചാരിച്ചിട്ട് കുറേ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യമില്ലാതെ പോകുന്ന മനുഷ്യരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ആ അമ്മയുടെ വിഷയം എന്താ വെച്ചാൽ അവർക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ല, ഈ ഒരു സ്റ്റോറി എന്നോട് പറയണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ സംഭവം റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കും, ചിലപ്പോൾ ആ മനുഷ്യന് അറിയില്ലായിരിക്കാം. അയാൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്നുള്ളത് അയാൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഗുഡ് ടച്ചിൻ്റെയും ബാഡ് ടച്ചിനെയും കുറിച്ചിട്ടാണ്. അപ്പോൾ പല കുട്ടികൾക്കും ശരിക്കും പറഞ്ഞാൽ ഗുഡായിട്ട് തോന്നുന്ന ടച്ച് ചിലപ്പം ബാഡായിരിക്കാം. അപ്പം അങ്ങനെ ആയിരുന്നില്ല പഠിപ്പിക്കേണ്ടിയിരുന്നത്. സേഫ് ആൻഡ് അൺസേഫ് ടച്ച് എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടിയിരുന്നത്. അത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പഠിപ്പിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ആർക്കും അത് മനസ്സിലായില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും അങ്ങനെ ടച്ച് ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്ലഷർ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. ഇപ്പം പറഞ്ഞ പുരുഷന് ഓക്കെ, ചിലപ്പോൾ അയാൾ അതേപോലെ ഒരു പ്ലഷറായിരിക്കാം ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുന്നുണ്ടാവുക. അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കാം. അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എങ്കിൽ ഈ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചാലല്ലേ അയാൾക്ക് അറിവുണ്ടാവുള്ളൂ. നമ്മളവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ അറിവ് വരുമോ? ഇല്ല. അപ്പം നമ്മളത് ചോദിക്കാതിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അവരുടെ ജീവിതം പോകുമെന്നുള്ളതല്ല. അയാളെ ഇതേ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പം അയാൾ അങ്ങനത്തെ തന്നെ ഒരാളായിരിക്കാം, പിഡോഫൈൽ പോലത്തെയുള്ള ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ചോദിക്കാതിരിക്കുമ്പോൾ അയാൾ പിന്നെയും ഇത് തന്നെയല്ലേ ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നൊരു വലിയ തെറ്റല്ലേ അത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആക്കിയിട്ടല്ല, ആദ്യം ആ കൺസേൺഡ് ആയിട്ടുള്ള ആളോട് അത് ചോദിക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഞാൻ അറിഞ്ഞു. വൈഫിനെ ഇടപെടുത്തേ വേണമെങ്കിൽ അമ്മയ്ക്ക് തന്നെ അത് ആ കാര്യം ചോദിക്കാം. അമ്മയ്ക്ക് പേടിയുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ചോദിപ്പിക്കാം. അത് ചോദിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അത് രണ്ട് ഭാഗത്തും ആദ്യം ചോദിക്കാണ്ട് എന്തെങ്കിലും പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തന്നെ നമുക്ക് അവരോട് പറയാം. അപ്പം ചിലപ്പോൾ അയാൾ അയ്യോ അത് അവർക്ക് തോന്നിയതായിരിക്കും, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് പറയാം അങ്ങനെ വിചാരിച്ചിട്ടല്ല എങ്കിലും
അവൾക്കത് ഇഷ്ടമല്ല, അവൾക്ക് അവളുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അന്നത്തെ മനുഷ്യർക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ടൊക്കെയാണ് അവർക്കത് പറയാൻ പറ്റാതിരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പക്ഷേ അത് പറയാം. പിന്നൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബൗണ്ടറീസൊക്കെ പറഞ്ഞു കൊടുക്കണം. യോർ ബോഡി ഈസ് യോർ ബോഡി. ബോഡിയിലെ ഓട്ടോണമീനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ വന്ന ആൾക്കാരോടും പോയ ആൾക്കാരോടും ഒക്കെ പോയി കെട്ടിപ്പിടിക്കാനും മടി കയറിയിരിക്കാനും അവരുടെ മുമ്പിൽ നിന്ന് പാട്ട് പാടി കൊടുക്കാനും അവർക്ക് ഡാൻസ് കളിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മളെ കുട്ടികളെ നമ്മൾ ടൂള് പോലെ ഉപയോഗിക്കാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്നെ മനസ്സിലാവില്ല. എൻ്റെ ബൗണ്ടറി എന്താണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്തൊക്കെ ശരിയാണ് എന്തൊക്കെ തെറ്റാണെന്ന് കുട്ടിക്ക് മനസ്സിലാവില്ല. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് മനസ്സിലാവില്ല. ആരോടൊക്കെ നോ പറയാമെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും കിസ് കൊടുക്കാനോ മറ്റോ ഗ്രാൻഡ് പാരൻസിനോ മറ്റോ കിസ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ കുട്ടികളെ വഴക്ക് പറയുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് വിചാരിക്കും ഞാൻ നോ പറയാൻ പാടില്ല. ആരെനി എന്നെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ടി വരും. ആരെന്നെ എടുക്കണമെന്ന് പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ പോവേണ്ടി വരും. ആര് മടിയിൽ വെച്ചാലും ഞാൻ അവരുടെ അടുത്ത് ഇരിക്കേണ്ടി വരും. ആരെന്ത് ചെയ്യാലും ഞാനതങ്ങ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് നോ പറയാൻ പറ്റുമോ? പറ്റില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് അമ്മയോട് പറഞ്ഞു എന്നുള്ളത് തന്നെ എനിക്ക് വലിയ അത്ഭുതമാണ്. പറയാറില്ല കുട്ടികൾ പേടിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു സേഫ് സ്പേസ് പല വീടുകളിലും ഉണ്ടാവാറില്ല. അപ്പം അത് ചോദിക്കണം, അതിനെക്കുറിച്ച് പറയണം. ഇനി അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഈ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് മറ്റ് മനുഷ്യരും അറിയണം. അത് വേണമെങ്കിൽ നമുക്കത് ആരും അറിയാതെ ഇനി ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തി തീർക്കാം. പിന്നെയും ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ വെച്ച് പൊറുപ്പിക്കരുത്. അതപ്പം തന്നെ അറിയേണ്ടവരൊക്കെ അറിയണം. നമ്മളിങ്ങനെ പാരൻസിനോടൊക്കെ പറഞ്ഞിട്ട് അവരിത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ക്യാരി ചെയ്യുന്നവരും ഉണ്ട്. യെസ്, ഒന്ന് അതാണ്. രണ്ടാമത്തത് പാരൻസിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ട്രസ്റ്റ് പോയില്ലേ. ഇപ്പം വിദ്യനോട് പറഞ്ഞില്ലേ അതാണോ കാരണം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. ചിലപ്പോൾ അതും ഒരു കാരണമാവാം. എത്ര മനുഷ്യരെ അത് ബാധിക്കുന്നുണ്ട്. അവരെ മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളെ കൂടി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറിയില്ലേ അത്. ഇപ്പോൾ എൻ്റെ ഫാമിലി ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അത് കണ്ടിട്ടാണ് കുട്ടി വളരുന്നത്. അങ്ങനെയുള്ളൊരു സ്പേസിലാണെങ്കിൽ നമ്മൾ സിംഗിൾ പാരൻ്റായിരിക്കുന്നതാണോ നല്ലത്, അതോ ഈ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും അമ്മയും അച്ഛനും ഉണ്ടല്ലോ എന്നുള്ള സ്പേസിൽ കുട്ടിയെ വളർത്തുന്നതാണോ നല്ലത്? നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ഇപ്പം നിങ്ങളിത് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ആണ് ഓർമ്മ വരുന്നത് കേട്ടോ. റിപ്പയർ ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. കാരണം ഒരു കുട്ടിക്ക് അച്ഛൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അമ്മ. അമ്മ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അച്ഛൻ. കുട്ടിക്ക് അച്ഛനാണോ ശരി അമ്മയാണോ ശരി എന്നുള്ള ക്വസ്റ്റ്യനൊന്നുമില്ല. കുട്ടിക്ക് രണ്ടാളും വേണം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ മതി ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതിനേക്കാളേറെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാനാണ് തെറ്റ്, പക്ഷേ എനിക്ക് ശരിയാക്കിയാൽ കൊള്ളാം, എനിക്ക് മാറ്റം വരുത്തിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് എങ്കിൽ പോസിബിളാണ്. പ്രശ്നങ്ങളുള്ള വീടുകളും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന വീടുകളുമാണ് ഒരു പ്രശ്നമില്ലാത്ത വീടിനേക്കാൾ ഏറ്റവും നല്ലത്. കാരണം എലൈവാണ് അവിടെ. മറ്റിടത്ത് ഒരു പ്രശ്നമില്ലാത്തത് ആരും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ECG പോലും ഒന്ന് നോക്ക് നിങ്ങൾ. ഇങ്ങനൊരു ലൈനാണെങ്കിൽ എന്താണ്, തീർന്നു. ഇങ്ങനെയാകുമ്പോൾ ഉയർച്ചയും താഴ്ചയും അത് തന്നെയാണ് ജീവിതം. ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, ബഹളം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. നമ്മൾ സോൾവ് ചെയ്തിട്ട് സ്നേഹത്തോടു കൂടി പോകുന്നത് കുട്ടികൾ കണ്ട് വളരുമ്പോൾ അവർക്കും ജീവിതത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻ ദി എൻഡ് നമ്മൾ നല്ല മനുഷ്യരായാൽ മതി, നമ്മൾക്ക് മനസ്സിലായാൽ മതി ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് റെസീലിയൻസ് അതിജീവനം, നമുക്കിതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള വീടുകളിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശ്രമിക്കേണ്ടത് അത് സോൾവ് ചെയ്യാനും ഇനി അത്
ഒരേ കാര്യങ്ങൾ തന്നെ ഒരേ രീതിയിൽ തന്നെ ശരിയാക്കാൻ നോക്കിയാൽ ആവില്ല. എന്നിട്ട് ഡിഫറെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാര്യത്തിൻ്റെ മുകളിൽ നമ്മൾ തല്ലുകൂടി എന്നിട്ട് അത് സോൾവ് ചെയ്യാതെ അന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി, ഒരു സിനിമയും കണ്ടു, പോയി കിടന്നുറങ്ങി, പിറ്റേ ദിവസം ഒന്നുമില്ലാത്ത പോലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവില്ല. ഈ വിഷയം പിന്നെയും വരുമ്പോൾ നമുക്ക് പിന്നെയും ദേഷ്യം വരും, പിന്നെയും പ്രശ്നം ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് അപ്പോൾ റിസൾട്ട് മാറിയില്ലേ, എന്നിട്ട് പുതിയ പ്രശ്നം വരുമ്പോൾ വീണ്ടും അത് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഈ മുമ്പ് കഴിഞ്ഞ പ്രശ്നം പിന്നെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നമുക്കറിയാം. അടുത്ത പ്രശ്നം വരുമ്പോഴും നമ്മളത് സോൾവ് ചെയ്തിട്ടാണ് പോകുന്നത് എങ്കിൽ, പക്ഷെ സോൾവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബി എ ഡീസൻറ്റ് വൈൽ യു ആർ സോൾവിങ് ഇറ്റ്. ആർഗ്യുമെൻ്റ് അല്ല, ഡിസ്കഷനാണ്. തോന്നിയൊക്കെ വിളിച്ചു പറയുക ആ സമയത്ത് സേവ് ചെയ്തിട്ട് പറയരുത്, പറഞ്ഞു പോവരുത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇമോഷണൽ മെച്യൂരിറ്റി നമ്മളിങ്ങനെ ചെയ്യണം, ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യണം, തെറപ്പിക്ക് പോകണം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാറി 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 മനുഷ്യൻ പ്രായത്തിനോടൊപ്പം എക്സ്പീരിയൻസിനോടൊപ്പം ഒരുപാട് മാറും. നമുക്ക് തന്നെ അറിയാലോ നമ്മളെന്തായിരുന്നു, നമ്മളിപ്പോൾ എന്താണ്, എത്ര മാറ്റങ്ങളാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റമല്ലേ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും. പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഒരു കാലത്തും ഒരു മനുഷ്യൻ മാത്രം മാറാൻ റെഡിയാവുന്നു, മറ്റു മനുഷ്യന് ഒരു തരത്തിലും മാറാൻ റെഡിയാവുന്നില്ല, ഞാൻ ശരിയാണ് എന്ന് തന്നെ പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. അത് ചുറ്റുമുള്ള മനുഷ്യരുടെ ഇമോഷണലി നമുക്ക് അത് അബ്യൂസീവ് ആവുന്നു, ഫിസിക്കലി അബ്യൂസീവ് ആവുന്നു, സെക്ഷലി അബ്യൂസീവ് ആവുന്നു, സ്പിരിച്വലി അബ്യൂസീവ് ആവുന്നു, ഫിനാൻഷ്യലി അബ്യൂസീവ് ആവുന്നു, എല്ലാ തരത്തിലും വെർബലി അബ്യൂസീവ് ആവുന്നു. എല്ലാ തരത്തിലും അബ്യൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ രണ്ടുപേരും കൂടി ശ്രമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പുറത്ത് കിടക്കുന്നതാണ് നല്ലത്. കടന്നിരിക്കണം. കാരണം ഭയങ്കര പ്രശ്നമുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നതിനേക്കാളേറെ കുട്ടികൾക്കിഷ്ടം പ്രശ്നങ്ങൾ കുറഞ്ഞ വീടുകളിൽ താമസിക്കുന്നതാണ്. അപ്പോൾ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ കുട്ടികൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വയറുകൾ പോലെയായിരിക്കും ഇവരുടെ തലയിൽ ഉണ്ടാകുന്നത്. ഇത് ഏത് സമയത്തും ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാവാം, എപ്പോൾ വേണമെങ്കിലും ശബ്ദം ഉണ്ടാവാം. തല്ല് കൊള്ളുമ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ തലയിൽ ഉണ്ടാവുന്ന അതേ പ്രശ്നമാണ് ശബ്ദം ഉയരുമ്പോഴും ഈ കുട്ടികളുടെ തലയിലും ശരീരത്തിലും ഉണ്ടാവുന്നത്. അത് ഈ എല്ലിംഗ് ഒക്കെ വെർബൽ ബീറ്റിംഗ് ആണ്. യെസ് അതേ വേദനയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക, അതേ ടെൻഷനായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാനൊരടിയല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നതിലും, അല്ലെങ്കിൽ ഞാനൊന്ന് ചീത്ത പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ തല്ലിയോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. രണ്ടും ഒരേ തരത്തിലാണ് ഇവരെ വേദനിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ പെരുമാറിയാൽ മാത്രമേ. അതുപോലെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഈ മാമിൻ്റെ വളർച്ചയിലൊക്കെ ഉണ്ടായിരുന്നൊരു കോർ ബിലീഫ്, അത് ഒരു പാരൻറ്റിങ് ജേണിയിൽ ഇതിങ്ങനെയല്ല, ഒരു ഇവോൾവിങ് പ്രോസസ്സിൽ ഇങ്ങനെ സ്വയം മാറ്റപ്പെട്ട ഒരു ബിലീഫോ ഒരു തോട്ടോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അങ്ങനെ ഇപ്പോൾ എനിക്ക് സത്യത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ ചെറിയ പ്രായത്തിൽ പുറത്ത് GCC കൺട്രീസിൽ പോയിട്ട് ജീവിച്ച ഒരാളാണ്. പഠിത്തം കഴിഞ്ഞു, വേഗം തന്നെ കല്യാണം കഴിച്ചു. ഞാൻ പുറത്ത് പോയി, UAE-യിലായിരുന്നു. അപ്പോൾ അവിടെ ജീവിച്ചു. അവിടെ അറബ് കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു, കുറേ നാൾ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ഏഷ്യൻ കൺട്രി, സിംഗപ്പൂർ അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുവരെ എൻ്റെ വിചാരം, എനിക്ക് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ ഇങ്ങനെ അധികം ആൾക്കാരെയൊക്കെ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങി. അതുവരെ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ആണായിരിക്കുന്നയാൾക്ക് ആണധികാരത്തിൻ്റെ ബലം ഉള്ളത് കൊണ്ടാണ് ഇവർ പെണ്ണാവുന്നത്. അപ്പോൾ ആ അധികാരമായി എന്നാലോ
ഇതുമായി. ഇപ്പം നമ്മൾ ഒരു പെണ്ണാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന്, അത് രണ്ടും വന്നില്ലേ അവിടെ. അതിന് വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിചാരം. വേറെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയേയില്ല. ഈ SRSനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയേയില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഞാൻ വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ ആയിക്കഴിഞ്ഞപ്പം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ അവളെ വിളിക്കുക ഗായത്രി എന്നായിരുന്നു. അത്ര ഒരു ഷീ വാസ് സം ഐ തിങ്ക് ഷീ വാസ് ഫ്രം തായ്ലാൻഡ് ഓർ സം അങ്ങനെ എവിടെയുള്ളതാണ്. അപ്പോൾ അവൾക്ക് ഞാനെപ്പോഴും മൈലാഞ്ചി ഇടുകയും ചെയ്യും. അവൾക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഷീ യൂസ് ടു കമൻറ്റ്. അപ്പോഴാണ് ഞാൻ ഇവരെ അടുത്ത് കാണുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും മിഠായി മേടിച്ചുകൊണ്ട് തരും, ഇതൊക്കെ കൊണ്ടുതരും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയാണ്. ഇവരെന്തെങ്കിലും മേടിച്ചുകൊണ്ട് തന്നാൽ ചിലപ്പോൾ ഇവർ എന്തെങ്കിലും കഴിച്ചിട്ട്, നമുക്ക് പണ്ട് അങ്ങനെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ, കഴിച്ചിട്ട് ഇവർ നമ്മളെയും കൊണ്ടുപോയാലോ. ഈ 10-30 വയസ്സിൽ ഞാൻ എന്നെയും കൊണ്ട് ആര് പോകാൻ കൊണ്ടായാൽ അങ്ങനെ തന്നെ തിരിച്ചു വരുന്നൊന്നും എനിക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. പക്ഷെ പിന്നെ അപ്പോഴാണ് എനിക്കിത് കുറച്ച് മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളതൊക്കെ തോന്നി തുടങ്ങിയത്. പിന്നെ ഞാൻ വായിക്കാൻ തുടങ്ങി, മനസ്സിലാക്കി തുടങ്ങി. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള സിനിമകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ കരഞ്ഞ് മരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ വിഷമം എന്താണെന്നുള്ളതും ഇവരനുഭവിക്കുന്ന പെയിൻ എന്താണെന്നുള്ളതും, വേറൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ വേറൊരു മനസ്സ് വെച്ചിട്ട് ജീവിക്കുന്ന പെയിനിൻ്റെ ആഴം എത്രയാണെന്നുള്ളതും. അതും ആ പഴയ കാലത്ത് സർജറി എന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളായ കാലത്ത് പോലും സർജറി ചെയ്ത ഒരു സിനിമയുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്സ് നെയിം, ഓർക്കണില്ലേ ഞാൻ എന്തോ. ആ ഒരു സിനിമ കണ്ടിട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു, നാട്ടിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി. കുറേ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ടായി. അവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി, അവരെ അടുത്തറിഞ്ഞു. അപ്പോഴാണ് ശരിക്കും എനിക്കതിൻ്റെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലായത്, അവരനുഭവിക്കുന്ന പെയിനിനെ കുറിച്ച് മനസ്സിലായത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പെട്ടെന്നിപ്പം ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരുന്നൊരു സംഭവം, ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റിയെടുത്ത ആ ഒരു ബിലീഫ് അത് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ ലേറ്റർ ഇവിടെ ഇപ്പം നമ്മൾ മീഡിയയിലൊക്കെ കാണുന്ന മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ശീതളിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനുഷ്യരെത്ര ബ്യൂട്ടിഫുള്ളാണ് എന്നുള്ളതൊക്കെ, എത്ര സോഫ്റ്റാണ്, എത്ര കൈൻഡാണ്, എത്ര കമ്പാഷനേറ്റാണ് എന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ ഓരോരോ മനുഷ്യരോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാണ് എനിക്ക് പറയാനുള്ളൊരു ഇതെന്ന് തോന്നുന്നു. അപ്പം അതുപോലെ അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഇത്രയും നാളത്തെ യാത്രയിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോഴും ഞാൻ മെല്ലെ മെല്ലെ മുക്തമായിട്ട് വരുന്നതേ ഉള്ളൂ. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് മോളുടെ കല്യാണമാണ്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമുക്കറിയാം, മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയാണെന്ന് എനിക്കറിയില്ല, വളരാൻ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. പക്ഷേ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്, അതൊരു ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് രണ്ടും, ഇപ്പോൾ മകനും മകളും തമ്മിൽ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് വിദ്യ. അപ്പം രണ്ടുപേരും ഒരേ സമയത്താണ് വീട് വിട്ടു പോകുന്നത്. ലൈക്ക് മകള് കല്യാണം കഴിക്കുന്നതും മകന് കോളേജ് അഡ്മിഷൻ ആയിട്ട്, അവൻ ഗുവാഹട്ടിയിലാണ് പഠിക്കുന്നത്. അപ്പം കേരളത്തിലല്ലല്ലോ, കുറച്ച് ദൂരമല്ലേ. അങ്ങനെ മകൻ അങ്ങോട്ട് പോകുന്നതും രണ്ടും ഒരേ സമയത്താണ്. അപ്പം ഞാൻ സിംഗിൾ മദറാണ്. എംപ്റ്റി നെസ്റ്റ് ഫീൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അപ്പം പിന്നെ ഈ എംപ്റ്റി നെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര റിയലാണ്. നമ്മളിപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര സ്നേഹിച്ച് ബഹുമാനിച്ചിട്ടൊക്കെയാണ് മക്കളെ വളർത്തുന്നത്. അപ്പോൾ അതേ രീതിയിൽ മക്കൾ നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നു. അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു, നമ്മൾ അവരെ കെട്ടിപ്പിടിക്കുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് ചിലപ്പോൾ അവർ കാര്യങ്ങൾ ചെയ്യാതെ ഒരു വഴക്ക് പറയുന്നു, തമ്മിൽ തല്ലുകൂടുന്നു, ബഹളം ഉണ്ടാക്കുന്നു. എന്നാലും ലൈവാണ് വീട് ലൈവാണ്. ഇവർ പോയിക്കഴിഞ്ഞാലൊരു ശൂന്യതയുണ്ട് വിദ്യ. പിന്നെ
എല്ലാ മനുഷ്യരും, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ കല്യാണത്തിന് ഭയങ്കരമായിട്ട് ആ ഒരു ദിവസം, വെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അത് കഴിഞ്ഞാൽ മാരേജ് അവർ തമ്മിലുള്ള ജീവിതമാണ്, അവർ ജീവിക്കുന്നുണ്ടാവും. മരണവും അതേസമയം ഒരു ദിവസം ഉണ്ടാകുന്നൊരു സംഭവമാണ്. പക്ഷെ മരണത്തിന് എല്ലാവരും ഒന്നിച്ചു കൂടുകയും പിന്നെയും മരിച്ചു കഴിയുമ്പം മറ്റ് മനുഷ്യർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള ആ ഒരു ഇത് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെയല്ല നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആഘോഷിച്ച് സന്തോഷം മാത്രം ഷെയർ ചെയ്തു, എല്ലാവരും അവരവരുടെ വാർഡിന് പോയി. ബാക്കി ഇവിടെ ഒറ്റപ്പെടുത്തുന്ന മനുഷ്യൻ അവിടെ തന്നെയുണ്ട്. അവരോട് എന്താ പറ്റുന്ന, വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. നമ്മൾക്കത് കാണിക്കാനും വയ്യ. അപ്പോൾ പിന്നെ കുട്ടി എപ്പോഴും നിൻ്റെ കൂടെ വേണമെന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെയാണ്. കുട്ടികൾ നമ്മുടെ കൂടെ വേണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടല്ല, പക്ഷെ നമ്മൾ അവർ പിരിഞ്ഞു കഴിയുമ്പോഴുള്ള ഒരു ഈ എംപ്റ്റി നെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര പെയിൻഫുള്ളാണ്. അത് നമ്മൾ വളർത്തുമ്പോഴും കുട്ടികൾ വളരുമ്പോഴും മുൻപിൽ അത് കാണാൻ നമുക്ക് പറ്റണം, അത് കാണാൻ പറ്റണം. പിന്നെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് സഹായം ചോദിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ ഐ എം ഫീലിംഗ് വെരി ലോൺലി, ഐ നീഡ് യുവർ ഹെൽപ്പ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്ന് നമുക്ക് അപ്പോൾ പറയാൻ അറിയില്ല. ആ സമയത്ത് ചിലപ്പോൾ പെയിന് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ആൾക്കാരത് അറിഞ്ഞിട്ട് അങ്ങനെ വരാറുമില്ല, മനസ്സിലാക്കാറുമില്ല. ഭയങ്കര പെയിൻഫുള്ളാണ് ആ ഒരു സംഭവം. എനിക്ക് 2 വർഷത്തോളം ആ പെയിനിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കാലം സ്നേഹിച്ച് വളർത്തിയ മക്കളെ അറിയാത്ത മനുഷ്യർക്ക് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റിയെന്ന്. ലൈക്ക് ഞാൻ ഓരോരോ മനുഷ്യരെ കുറിച്ചിട്ടും ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കുട്ടികളൊക്കെ അവർക്ക് അറിയാവുന്ന അവരെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ അവർ ഹാൻഡിൽ ചെയ്യും. പിന്നെ മകളോട് ഞാൻ കല്യാണം കഴിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ട്, അപ്പം എന്നോട് പറയാൻ മടിക്കരുത്, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ അവളോട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, പഴയ മനുഷ്യർ എങ്ങനെയായിരുന്നിരിക്കും ഈ അറിയാത്ത മനുഷ്യർക്ക് കല്യാണം കഴിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവുക. ഈ പെയിനിലാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ടീനേജിലെത്തുമ്പം കുട്ടികളുടെ സ്വഭാവവും മാറുന്നുണ്ട്, ഭയങ്കര റെബല്യസ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, ലൈക്ക് ആരുടെ കൂടിയാണോ ഇവർക്കിഷ്ടം. ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കളിയാണ് ഇത് എങ്കിൽ പോയി ജീവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പഴയ മനുഷ്യർക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു, ഒന്ന് പോകുമ്പോൾ അടുത്തതിന് സ്കൂളിൽ അയക്കണം, പിന്നെ അതിൻ്റെ അടുത്തതിനെ നോക്കണം, പിന്നെ മൂത്തതിന് വേറെ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും, അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പം ന്യൂക്ലിയറാണ്, 1 or 2 ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. പെയിന് ഭയങ്കര കൂടുതലായിരിക്കും. അതിന് മുമ്പേ റെഡി ആവണം, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് റെഡി ആവണം. കൂടെയുള്ള മനുഷ്യരോടത് മുമ്പേ പറഞ്ഞു വെക്കണം. ആവശ്യമെങ്കിൽ സഹായം തേടണം, ഫ്രണ്ട്സിനോട് ചോദിക്കണം, തെറപ്പി എടുക്കണം, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അവെയറായിരിക്കുക. യെസ്. അതുപോലൊരു കണ്ടീഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ആൺകുട്ടികളാണെങ്കിൽ ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ ദുബായ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നാട്ടിലെ കണ്ണിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണിൽ ഈ പാരൻസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പാരൻസാണ്. കാരണം മക്കൾ കണ്ടില്ലേ, ഒരാൾ US പോയി, ഒരാൾ ഇവിടെ പോയി, അവർ അടിപൊളിയാണ്. പക്ഷേ ഇതേ ലോൺലിനെസ് അവരും അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരം, ജീവിക്കുന്ന തിരക്കിൽ നമ്മൾ സുഹൃത്തുക്കളെ മറന്നു പോകുന്നതാണ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനും മറന്നുപോകും. എന്നിട്ട് കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിപ്പം എനിക്ക് ആ സമയത്ത് കോവിഡിൻ്റെ സമയത്തും ആയതുകൊണ്ടും ഒക്കെയാണ് എല്ലാം കൂടി വന്ന പെയിനാണത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഓടി വരികയും സഹായിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളും റിലേറ്റീവ്സും ഒക്കെയാണ് എനിക്കുള്ളത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ ആം ഐ ഫീലിംഗ് ദിസ്? ഈ ഒരു പെയിൻ, ഇപ്പം നേരത്തെ നമ്മൾ ഇമോഷണലി എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ, പെയിനാണ് ഫീൽ ചെയ്യുന്നത്.
എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയുന്നില്ലാത്തൊരു ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അപ്പോൾ പിന്നെ മക്കൾ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഇങ്ങനത്തെ പരീക്ഷയൊക്കെ എഴുതി റാങ്കൊക്കെ മേടിച്ചിട്ട് പഠിക്കാൻ പോയതിൽ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അതിന് സങ്കടപ്പെട്ടിരിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ആണ് ഇങ്ങോട്ട് ചോദിക്കുക. എന്താ ഉത്തരം പറയുക? അപ്പം നമുക്ക് തോന്നുക ഇവർക്കൊന്നും നമ്മളെ മനസ്സിലാവില്ല, അങ്ങനെയാണ് നമുക്ക് തോന്നുക. അപ്പം ഈ ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട്, പാരൻസിന് നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഇപ്പോൾ ഓസ്ട്രേലിയയിലല്ലേ, നിങ്ങളെ ജീവിതം സെറ്റായില്ലേ, ഞങ്ങളല്ലേ ഇവിടെ ഇപ്പം അനുഭവിക്കുന്നുള്ളത്, നിങ്ങളില്ലാത്തതും പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഒറ്റക്കായതും പിന്നെ ഈ നാട്ടിലുള്ള പ്രശ്നങ്ങളും അസുഖവും എല്ലാം കൂടി ഞങ്ങളല്ലേ ഇപ്പം അനുഭവിക്കുന്നത് എന്ന് ചില പാരൻസ് മക്കളോടും ചോദിക്കാറുണ്ട് പോലും. മക്കൾ അവിടെ അനുഭവിക്കുന്നത് അതിനേക്കാളും പെയിൻഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഒന്നിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒന്നിച്ചിട്ട് തന്നെ നിന്ന് മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും വേണം എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര അകലങ്ങളിലാണെങ്കിലും ആ സ്നേഹം ഫോണിലൂടെയാണെങ്കിലും വീഡിയോ കോൾസിലൂടെയാണെങ്കിലും എഴുത്തുകളിലൂടെയാണെങ്കിലും വേർബൽ ഓർ നോൺ വേർബൽ എങ്ങനെയാണെങ്കിലും നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. മക്കൾക്ക് പാരൻസിനെയും പാരൻസിന് മക്കളെയും മിസ് തീർച്ചയായിട്ടും ചെയ്യാം. അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല എങ്കിൽ കൂടിയും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും മാറി നിൽക്കുക എന്നുള്ളതും. എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തല്ലുകൂടുന്നത് പോലും നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആ സമയത്ത് ബഹളം വെക്കുമെങ്കിൽ പോലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ പറയാൻ പറ്റണം. കുറേ കാലം കഴിയുമ്പോൾ നമുക്കിതൊക്കെ ചിരിക്കാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. പക്ഷെ ആ പോകുന്ന അവസ്ഥയിൽ ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു സംഗതി അല്ല. ഈ ഹോൾഡിംഗ് ഹാൻഡ്സ് നടക്കണമെങ്കിൽ അതിനുള്ള ഫൗണ്ടേഷൻ ഈ ചെറിയ പ്രായത്തിലേ ഉണ്ടാവണം. ലൂപ്പ് പോലെയാ ഫീൽ ചെയ്യുന്നത് അല്ലേ, പറഞ്ഞു വരും. യെസ്, അതൊരു ലൂപ്പാണ്. പിന്നെ ഐ എം ബ്ലെസ്ഡ് ദാറ്റ് ഐ ഹാവ് ഗുഡ് കിഡ്സ്. ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അത് സാരമില്ലമ്മ, അത് അങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ എന്നൊക്കെ പറയാനും അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് ആ ഒരു കാര്യത്തിൽ. ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെങ്കിൽ നമുക്കത് തുറന്ന് പറയാൻ പറ്റണം. എനിക്ക് നിന്നെ കാണാത്തപ്പോൾ എനിക്ക് ഇങ്ങനെ വിഷമമുണ്ട് എന്നുള്ളത് ആ വിഷമത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും, അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് വന്ന് താമസിക്കണം എന്നുള്ളതല്ല, ഗിൽ ട്രിപ്പ് ചെയ്യുക എന്നുള്ളതും അല്ല. അത് വളരെ പ്രധാനം. അത് വളരെ പ്രധാനമാണ്. കുട്ടികളെ ഗിൽ ട്രിപ്പ് ചെയ്യാതിരിക്കുക. അവരവരുടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചോട്ടെ. നമ്മളും അതേപോലെ തന്നെ നീ എന്താ വിളിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവരെ കംപ്ലയിൻറ്റ് ചെയ്യുകയും ബ്ലെയിം ചെയ്യുന്നതിന് പകരം നിനക്ക് എപ്പോഴാണോ ഫ്രീ ആ സമയം എന്നോടൊന്ന് പറഞ്ഞേക്ക്, നമുക്ക് ഇന്ന് സംസാരിക്കാം കേട്ടോ എന്ന് നമുക്ക് അവരോട് പറയാം. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും വലുതായി കഴിഞ്ഞ് അഡൽട്ട് പാരൻറ്റിങ് ഒരു സംഗതിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ പാരൻറ്റിങ് എന്നാണ് വലിയൊരു സംഭവം. നല്ല അഡൽട്ട് പാരൻറ്റിങ് ഒരു ഭയങ്കര വിഷയമാണ്. എപ്പോഴാണ് പാരൻറ്റിങ് അവസാനിക്കുക എന്ന് എന്നോട് ഇന്നലെ എങ്ങാണ്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മരിക്കുന്നത് വരെ ആക്ച്വലി പാരൻറ്റിങ് നിൽക്കില്ല. നമ്മളിൽ നിന്നും സ്നേഹം അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കണം. നമ്മളിൽ നിന്നും സഹായം അവർ ആഗ്രഹിക്കുന്നോളം കാലം നമ്മൾ അവർക്ക് സഹായം കൊടുക്കണം. അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം കേട്ടോ. അല്ലാതെ നമ്മളായിട്ട് അങ്ങോട്ട് അവരിൽ അടിച്ചേൽപ്പിക്കരുത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ പോയിട്ട് ചെയ്യരുത്. ഇപ്പോൾ മക്കൾ വീട് മാറിപ്പോകുമ്പോൾ പാരൻസ് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിവിടെയാണ് വെക്കേണ്ടത്, ഇതിവിടെയല്ലേ വെക്കേണ്ടത്, അത് അങ്ങനെയല്ലോ ഇതിങ്ങനെയല്ലോ പറയുന്ന പാരൻസിൻ്റെ നമ്മൾ കണ്ടിട്ടില്ലേ. കല്യാണം കഴിച്ച ആദ്യ സ്റ്റേജിൽ അമ്മ വരുമ്പോൾ കരയുമായിരുന്നു. മറ്റേ ഇവിടെ ഇങ്ങനെയാണോ വെച്ചേക്കുന്നത്, ഇത് ഈ സാധനം ഇവിടെയാണോ വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് അയ്യോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിപ്പോ. അപ്പോൾ ഞാൻ മോൾ എന്നോട് സഹായം ചോദിച്ചാൽ മാത്രമേ ഞാൻ ആ കാര്യത്തിൽ ചെയ്തു കൊടുക്കാറുള്ളൂ. കാരണം അവരുടെ വീടാണ്, അവരുടെ ഇഷ്ടത്തിന് അവരൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കംഫർട്ടിനനുസരിച്ച് അവർ വെച്ചതായിരിക്കും. നമ്മളത് പിന്നെ മാറ്റി വെക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം ചോദിക്കാണ്ട് നമ്മളത് ദയവായിട്ട് ചെയ്യാതിരിക്കുക. അവർക്ക് ആവശ്യമാണെങ്കിൽ മാത്രം സഹായം നമ്മൾ ഓഫർ ചെയ്യുക. അവർക്ക് ആവശ്യമില്ല എങ്കിൽ ദയവായിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ കോൺഷ്യസ്ലി പാരൻസിനെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അത് പക്ഷെ നമ്മളൊന്നും അത്രയൊന്നും വളർന്നിട്ടില്ല സത്യത്തിൽ. ഐ ആം ഫ്രീയിങ് യു ഫ്രം
ബീയിങ് മൈ പാരൻസ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നമുക്ക് മരിക്കാൻ വേണ്ടി കട്ടിൽ കിടക്കുമ്പോഴും ICUവിൽ ഇങ്ങനെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഒരു ദിവസം കൂടി പ്രായമായിട്ട് 101 വയസ്സായി കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇവർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ്. അവരുടെ ഇത് നമ്മളൊരിക്കലും ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അത്രയൊന്നും വളർന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അധികം പറയാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഇത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വാപ്പ ഉണ്ടായിരുന്ന സമയത്ത് വാപ്പ മഴ കൊള്ളുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ബഹളം വെക്കുമായിരുന്നു. വാപ്പ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു മഴ പെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ വിചാരിച്ചു ജീവനോടെ ഇരിക്കുമ്പം മഴ കൊള്ളുമ്പോൾ നമുക്ക് എത്ര പെയിൻ, നമ്മൾ പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ നടക്കൂലേ. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മണ്ണിൽ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്കാണ്. ആ വെള്ളം മഴ പെയ്യുമ്പോൾ അതിനകത്താണ്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കാറേ ഇല്ല. പെയിൻ അതുപോലെ സഹിക്കുമ്പോഴും നമ്മൾ ഒരു ദിവസം കൂടി എന്നിങ്ങനെ പിന്നെയും കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അവരെന്തുമാത്രം പെയിൻ സഹിക്കുന്നുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കാറേ ഇല്ല. ആലോചിക്കുമ്പോൾ കുറേ കാര്യമുണ്ട് വിദ്യ, അതെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം സാധ്യമാകുന്ന, ഈ കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമാകുന്ന ഇടം നമ്മൾ ഈ ചെറുതിലേ കൊടുക്കുന്ന ബേസ്മെൻ്റ് എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചിരിക്കല്ലേ. ചെറുപ്പം മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളർത്താൻ പറ്റുമോ? എത്ര ചെറുപ്പം മുതൽ പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് നമുക്ക് വളർത്താൻ പറ്റുമോ? അത്രയും നല്ല മക്കളായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ പ്രൗഡാവുന്ന, അവർ നമ്മളെക്കുറിച്ച് പ്രൗഡാവുന്ന പാരൻസ് ആയിട്ട് നമുക്കും മാറാൻ പറ്റും. നമുക്ക് അവർ കുറിച്ചിട്ടും ആ ഒരു പ്രൗഡ് ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. Parenting is a very beautiful journey, though not so എന്താ പറയുക, not so easy. ഒരുപാട് സന്തോഷം. അതായത് ഒരു പോഡ്കാസ്റ്റ് എന്നതിനേക്കാൾ ഒരു തെറാപ്പി സെഷൻ പോലെയായിരുന്നു മാമിനോട് സംസാരിച്ചിരുന്നത്. ഒരുപാട് സന്തോഷം. Thank you so much. I just loved the conversation. Thank you, ma'am. Thank you so much. Thank you so much. It was so nice seeing you smile with you. Thank you so much.